ഹായ്, എൻ്റെ ചൈന യാത്രയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മക്കാവുവിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഏകദേശം 80 കിലോമീറ്ററാണ് ഹോങ്കോങ്ങിൽ നിന്നും മക്കാവുവിലേക്കുള്ള ദൂരം. ഫെറി, ഹെലികോപ്റ്റർ, ടാക്സി, ബസ് എന്നിങ്ങനെ പല മാർഗങ്ങളുണ്ട് മക്കാവുവിലേക്ക് പോകുവാൻ. ഫെറി സർവീസുകളാണ് ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവുവിലേക്കുള്ള ജനപ്രിയവും സൗകര്യപ്രദവുമായ ഗതാഗത മാർഗം. ഞങ്ങളിപ്പോൾ ഹോങ്കോങ് ദ്വീപിലെ ഷുങ്വാനിൽ സ്ഥിതി ചെയ്യുന്ന ഹോങ്കോങ് മക്കാവു ഹൈസ്പീഡ് ഫെറി ടെർമിനലാണ്. ചൈനയുടെ തെക്കൻ തീരത്ത് ഹോങ്കോങ്ങിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് മക്കാവു സ്ഥിതി ചെയ്യുന്നത്. ടർബോജെറ്റ്, കോട്ടായി വാട്ടർ ജെറ്റ് എന്നിവ ഉൾപ്പെടെ നിരവധി ഫെറി ഓപ്പറേറ്റർമാർ ഹോങ്കോങ്ങിനും മക്കാവിനും ഇടയിൽ സേവനങ്ങൾ നൽകുന്നു. സാഹചര്യങ്ങൾ അനുസരിച്ച് ഫെറി സവാരിക്ക് സാധാരണയായി 1 മണിക്കൂർ എടുക്കും. ഈ ഫെറി സർവീസുകൾ ദിവസം മുഴുവനും പ്രവർത്തിക്കുന്നവയാണ്. 1700 മുതൽ 2200 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. 400-ലധികം യാത്രക്കാരെ വഹിക്കാനും ഏകദേശം 80 കിലോമീറ്റർ വേഗതയുമുള്ള കസ്റ്റം ബിൽറ്റ് കാറ്റമറൻ ബോട്ടുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഇതാണ് മക്കാവു ഔട്ടർ ഹാർബർ ഫെറി ടെർമിനൽ സ്റ്റേഷൻ. ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ചൈനയുടെ ഭാഗമാണെങ്കിലും വേറൊരു രാജ്യത്ത് വന്നിറങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെയും വിസ നടപടികൾ. ഇവിടെ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്താൻ. മക്കാവുവിലെ റീജൻസി ആർട്ട് ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം. ഞങ്ങളുടെ റൂമിൽ നിന്നുമുള്ള മക്കാവുവിന്റെ ദൃശ്യങ്ങളാണ് ഇവ. ദക്ഷിണ ചൈന കടലിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ പേൾ റിവർ ഡെൽറ്റയിലെ ചൈനയുടെ ഭാഗമാണെങ്കിലും ഹോങ്കോങ്ങിനെ പോലെ പ്രത്യേക ഭരണ സംവിധാനമുള്ള ഒരു പ്രദേശമാണ് മക്കാവു. ഏകദേശം 7 ലക്ഷം ജനസംഖ്യയും 33 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ നഗരം ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. 1557 മിങ് രാജവംശം പോർട്ടുഗലിന് വ്യാപാരത്തിനായി വാടകയ്ക്ക് പാട്ടത്തിന് നൽകിയ മക്കാവു പ്രദേശം 1887 വരെ ചൈനീസ് പരമാധികാരത്തിന് കീഴിൽ ഒരു പോർട്ടുഗീസ് കോളനിയായി നിലകൊണ്ടു. പിന്നീട് കൊളോണിയൽ അവകാശങ്ങൾ നേടിയ കോളനി 1999 അത് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുന്നത് വരെ ഒരു പോർട്ടുഗീസ് ഭരണത്തിന് കീഴിലായിരുന്നു. ഇന്ന് ഒരു രാജ്യം 2 സംവിധാനങ്ങൾ എന്ന തത്വത്തിൽ ചൈനയുടെ മെയിൻ ലാൻഡിൽ നിന്ന് വേറിട്ട ഭരണവും സാമ്പത്തിക സംവിധാനങ്ങളും നിലനിർത്തുന്ന മക്കാവു ചൈനയുടെ ഒരു പ്രത്യേക ഭരണ മേഖലയാണ്. മക്കാവുവിലെ പോർട്ടുഗീസ് ചൈനീസ് വാസ്തുവിദ്യയുടെ അതുല്യമായ നിർമ്മിതികൾ ഈ നഗരത്തിന് 2005 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നൽകി. യഥാർത്ഥത്തിൽ ജനസാന്ദ്രത കുറവായിരുന്ന തീരദേശ ദ്വീപുകളുടെ കൂട്ടമായിരുന്ന മക്കാവു 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഒരു പ്രധാന റിസോർട്ട് കേന്ദ്രമായും ചൂതാട്ട വിനോദസഞ്ചാരത്തിന്റെ പ്രധാന ലക്ഷ്യസ്ഥാനമായും അറിയപ്പെട്ടു തുടങ്ങി. ആഡംബര കാസിനോകളും റിസോർട്ടുകളും കാരണം മക്കാവു പലപ്പോഴും കിഴക്കിന്റെ ലാസ് വേഗാസ് എന്ന് വിളിക്കപ്പെടുന്നു. ഈ നഗരത്തിലെ ചൂതാട്ട വ്യവസായം ലാസ് വേഗാസിനേക്കാൾ 7 ഇരട്ടി വലുതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ആളോഹരി വരുമാനമുള്ള നഗരങ്ങളിലൊന്നാണ് മക്കാവു. മക്കാവുവിലെ സാന്റോ ആന്റോണിയോ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 17-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക മത സമുച്ചയത്തിന്റെ അവശിഷ്ടങ്ങളാണ് സെന്റ് പോൾസിന്റെ അവശിഷ്ടങ്ങൾ എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സെന്റ് പോൾസ് കോളേജും സെയിന്റ് പോൾ അപ്പോസ്തലനു വേണ്ടി സമർപ്പിച്ച 17-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് പള്ളിയായ മേറ്റർ ഡെയ് എന്നറിയപ്പെടുന്ന പള്ളിയും അവയിൽ ഉൾപ്പെടുന്നു. ലോകത്തിലെ പോർച്ചുഗീസ് ഉത്ഭവത്തിന്റെ 7 അത്ഭുതങ്ങളിലൊന്നായ അവശിഷ്ടങ്ങൾ മക്കാവുവിന്റെ അറിയപ്പെടുന്ന ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. 2005 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി ഇതിനെ അംഗീകരിക്കപ്പെട്ടു.
പോർച്ചുഗലും സ്പെയിനും ഒരേ രാജഭരണത്തിന് കീഴിലായിരുന്ന കാലത്ത് 1602 മുതൽ 1640 വരെയുള്ള സമയത്താണ് ജെസ്യൂട്ട് പാതിരിമാർ ഈ പള്ളി നിർമ്മിച്ചത്. അക്കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക പള്ളികളിൽ ഒന്നായിരുന്നു ഈ ദേവാലയം. 1835 ജനുവരിയിലുണ്ടായ ചുഴലിക്കാറ്റിലെ തീപിടുത്തത്തിലാണ് മരം കൊണ്ട് നിർമ്മിച്ച യഥാർത്ഥ പള്ളി നശിച്ചത്. ഈ അവശിഷ്ടങ്ങളിൽ ഇപ്പോൾ കല്ലുകൊണ്ടുള്ള മുൻഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 68 കൽപ്പടവുകളുള്ള ഒരു ചെറിയ കുന്നിൻമുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുമതം നിരോധിച്ചപ്പോൾ ജപ്പാനിൽ നിന്ന് പുറത്താക്കിയ കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഈ പള്ളിയുടെ അവശിഷ്ടങ്ങളിൽ 7 തലയുള്ള മഹാസർപ്പത്തിൽ മേരി ചവിട്ടുന്നത് പോലെയുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ യാഥാസ്ഥിക ക്രിസ്ത്യൻ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടാത്ത കൊത്തുപണികളുണ്ട്. പോർച്ചുഗീസ് അടിമ കച്ചവടത്തിൽ മരിച്ച 250 കൊറിയൻ ജാപ്പനീസ് അടിമകളുടെ അവശിഷ്ടങ്ങൾ പള്ളിക്ക് സമീപം അടക്കം ചെയ്തിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തപ്പോൾ പള്ളിയുടെ അടിത്തറയും താഴെയുണ്ടായിരുന്ന നിലവറയിൽ ചൈനീസ് ക്രിസ്ത്യൻ രക്തസാക്ഷികളുടെയും സന്യാസ പുരോഹിതരുടെയും നിരവധി മതപരമായ പുരാവസ്തുക്കളും അവശിഷ്ടങ്ങളും കണ്ടെത്തുകയുണ്ടായി. പിന്നീട് അവശിഷ്ടങ്ങൾ മക്കാവു സർക്കാർ ഒരു മ്യൂസിയമാക്കി പുനഃസ്ഥാപിച്ചു. മുൻഭാഗം ഇപ്പോൾ കോൺക്രീറ്റും സ്റ്റീലും കൊണ്ട് നിർമ്മിതമാണ്. മക്കാവുവിലെ റൂയിൻസ് ഓഫ് ദ സെന്റ് പോൾസ് ഈ പ്രദേശത്തിന്റെ മത പൈതൃകത്തിന്റെ സാക്ഷ്യപത്രം മാത്രമല്ല, ചരിത്രത്തിലെ നിർണായക കാലഘട്ടത്തിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. മക്കാവു ടവർ മക്കാവുവിലെ സേ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 1109 അടി ഉയരത്തിലാണ് ഈ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. 60 സെക്കൻഡ് കൊണ്ട് ഈ ഉയരത്തിലെത്താൻ ഇതിനുള്ളിലെ ലിഫ്റ്റിന് കഴിയും. 732 അടി ഉയരമുള്ള ലെവൽ 61 ഔട്ട്ഡോർ ഒബ്സർവേഷൻ ഡെക്കാണ് ഏറ്റവും ഉയർന്ന നിരീക്ഷണ നില. ഇതിന്റെ നിരീക്ഷണ ഡെക്കിൽ റെസ്റ്റോറന്റുകൾ, തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, ചുറ്റുമുള്ള സ്കൈ വാക്കുകൾ എന്നിവയൊക്കെയുണ്ട്. മക്കാവുവിന്റെ ഏറ്റവും മികച്ച കാഴ്ച പ്രദാനം ചെയ്യുന്ന ഈ ടവർ സമീപകാലത്തായി വിവിധ സാഹസിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പ്രൊഫഷണൽ ചാട്ടക്കാർ പങ്കെടുക്കുന്ന ബംഗി ജമ്പിംഗ് ഇവന്റുകളുടെ ഒരു സൈറ്റായി ടവർ പതിവായി ഉപയോഗിക്കുന്നു. 764 അടി ഉയരത്തിലുള്ള മക്കാവു ടവറിന്റെ സ്കൈ ജമ്പും ബംഗി ജമ്പും ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊമേഴ്സ്യൽ സ്കൈ ജമ്പുകളാണ്. വിവിധ സെലിബ്രിറ്റികളുടെ ഫോട്ടോഷൂട്ടുകളുടെയും TV ഷോകളുടെയും സിനിമകളുടെയും വേദി കൂടിയാണ് മക്കാവു ടവർ. നിരീക്ഷണത്തിനും വിനോദത്തിനും പുറമെ ടെലികമ്മ്യൂണിക്കേഷനും പ്രക്ഷേപണത്തിനും വേണ്ടിയും ഈ ടവർ ഉപയോഗിക്കുന്നു. മക്കാവു സ്കൈലൈനിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന 2 അടയാളങ്ങളാണ് ഈ ടവറും ഗ്രാൻഡ്സ് ലിസ്ബോവ ഹോട്ടലും. ലോകപ്രശസ്ത കാസിനോകളും ഊർജ്ജസ്വലമായ നൈറ്റ് ലൈഫ് ഉള്ള ഈ നഗരം ഒരു ആഗോള ചൂതാട്ട വിനോദ കേന്ദ്രമാണ്. 1962 കാസിനോ ചൂതാട്ടം നിയമവിധേയമാക്കിയപ്പോൾ ഗവൺമെന്റ് ലൈസൻസുള്ള ഒരു കുത്തകയ്ക്ക് കീഴിലാണ് ഗെയിമിംഗ് വ്യവസായം ആദ്യം പ്രവർത്തിച്ചിരുന്നത്. തുടർന്ന് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി കാസിനോ ലൈസൻസുകൾക്കായി തുറന്ന ലേലത്തിന് സർക്കാർ അനുമതി നൽകി. കാസിനോ ഇളവുകൾ ഉദാരവൽക്കരിച്ചതിന് ശേഷം ആദ്യ ദശകത്തിൽ സാൻസ് മക്കാവു, വിൻ മക്കാവു, MGM മക്കാവു, വെനീഷ്യൻ മക്കാവു എന്നിങ്ങനെയുള്ള കാസിനോകൾ എല്ലാം തുറന്നു. ഞാനിപ്പോൾ വെനീഷ്യൻ മക്കാവു എന്ന കാസിനോയിലാണ്. അമേരിക്കൻ കമ്പനിയായ ലാസ് വെഗാസ് സാൻസിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഹോട്ടലും കാസിനോ റിസോർട്ടുമാണ് വെനീഷ്യൻ മക്കാവു. മക്കാവുവിന്റെ കോട്ടായി സ്ട്രിപ്പിലെ 39 നിലകളുള്ള കെട്ടിട സമുച്ചയത്തിന് 1 കോടി ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുണ്ട്. ലാസ് വെഗാസിലെ അവരുടെ കാസിനോ റിസോർട്ടിന്റെ അതേ മാതൃകയിലാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കാസിനോയും ഏഷ്യയിലെ ഏറ്റവും വലിയ ഒറ്റ ഘടനയുള്ള ഹോട്ടലും വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 10ാമത്തെ കെട്ടിടവുമാണിത്. ഒരു ദിവസം 70,000 രൂപ മുതലാണ് ഇവിടുത്തെ മുറിവാടക തുടങ്ങുന്നത്. ഇതിന്റെ 6 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ചൂതാട്ട പ്രദേശത്ത് 3400 സ്ലോട്ട് മെഷീനുകളും 800 ചൂതാട്ട മേശകളും ഉണ്ട്. ചൂതാട്ടം നടക്കുന്ന സ്ഥലത്ത് ഫോട്ടോഗ്രഫി അനുവദനീയമല്ല. 2007 ഓഗസ്റ്റിൽ ഔദ്യോഗികമായി തുറന്ന ഈ റിസോർട്ടിൽ 3000 സൂട്ടുകളും 12 ലക്ഷം ചതുരശ്ര അടി കൺവെൻഷൻ സ്ഥലവും 16 ലക്ഷം ചതുരശ്ര അടി റീറ്റെയിൽ സ്ഥലവുമുണ്ട്. കാസിനോ മുഴുവൻ ആഡംബര ഫർണിച്ചറുകളും പെയിന്റിങ്ങുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഉയർന്ന ബ്രാൻഡ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, വിനോദങ്ങൾ, ഗെയിമുകൾ എന്നിവയാൽ നിറഞ്ഞതാണ് വെനീഷ്യൻ മക്കാവു.
ഇത് റിസോർട്ടിന്റെ ഒരു പ്രദേശത്തെ മുകൾ ഭാഗമാണ്. ഇത് യഥാർത്ഥത്തിലുള്ള ആകാശമല്ല, തികച്ചും സ്വാഭാവികത തോന്നിപ്പിക്കുന്ന രീതിയിൽ കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആകാശമാണിത്. മറ്റുള്ള കാസിനോകളെ പോലെ ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. പക്ഷേ 21 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ചൂതാട്ട സ്ഥലങ്ങളിൽ പ്രവേശനമുള്ളൂ. വെനീഷ്യൻ മക്കാവു ഒരു ഹോട്ടലും കാസിനോയും മാത്രമല്ല. വിപുലമായ ഷോപ്പിംഗ് മാൾ, വൈവിധ്യമാർന്ന രുചികൾ വാഗ്ദാനം ചെയ്യുന്ന ഗവർമെന്റ് റെസ്റ്റോറന്റുകൾ, ഊർജ്ജസ്വലമായ നൈറ്റ് ലൈഫ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വിനോദ കേന്ദ്രമാണിത്. എൻ്റെ ചൈന യാത്രയുടെ വീഡിയോകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുരാതന ചൈനീസ് പഴഞ്ചൊല്ലു പറയുന്നത് പോലെ 1000 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ നല്ലത് 1000 മൈൽ യാത്ര ചെയ്യുന്നതാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുടെയും ചരിത്രങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു ചിത്രമാണ് ചൈന. ഈ വിശാലവും ആകർഷകവുമായ രാജ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എൻ്റെ യാത്രാവിവരണത്തിൽ ഉൾക്കൊള്ളുന്നത്. നിങ്ങളുടെ പിന്തുണയും അഭിപ്രായങ്ങളും ഇനിയുള്ള എൻ്റെ ഭാവി യാത്രകൾക്കുള്ള നിർദ്ദേശങ്ങളും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വേറൊരു രാജ്യത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം.